Hi, I'm Ashok from Singapore, Malawam. Basically, ഞാൻ ഒരു പ്രീമിയം ക്ലാസ്സിലുള്ള ഡൽഹിയിൽ നിന്നും ഓൾ ഓവർ ഇന്ത്യയിൽ എസ്പെഷ്യലി ഡൽഹി, ഗുജറാത്ത്, പഞ്ചാബ്, ഹരിയാന പോലത്തെ സംസ്ഥാനങ്ങളിൽ നിന്ന് പ്രീമിയം ക്ലാസ് സോഴ്സ് ചെയ്ത് അതായത് കസ്റ്റമറെ റിക്വയർമെന്റ് പ്രകാരം അവർക്ക് ഏത് വണ്ടിയാണോ വേണ്ടത് അത് സോഴ്സ് ചെയ്ത് ഞാൻ നാട്ടിലേക്ക് ഡെലിവറി ചെയ്യാനുള്ളതാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് വണ്ടി നോക്കാനോ അല്ലെങ്കിൽ വണ്ടി പോയി നോക്കാനോ സമയമില്ലാത്ത ഒരുപാട് ആൾക്കാരുണ്ടാവും. ടെസ്റ്റിന്റെ ബേസിൽ നമുക്ക് നമ്മളോട് പറഞ്ഞ റിക്വയർമെന്റ് ചെയ്ത് ഞാൻ അവിടെ ചെന്ന് ഞാൻ വണ്ടി സോഴ്സ് ചെയ്ത് ഇൻസ്പെക്ഷൻ ചെയ്ത് കാര്യങ്ങളൊക്കെ ചെയ്ത് ഞാൻ വണ്ടി നാട്ടിലേക്ക് എത്തിച്ചു കൊടുക്കാനാണ് മെയിൻലി ചെയ്യുന്നത്. അതോടൊപ്പം വെഹിക്കിൾ ഇൻസ്പെക്ഷനും ഉണ്ട്. അപ്പോൾ ഡയറക്റ്റ് നാട്ടിലുള്ള ഒരാൾ അവിടെ ഡീലർ അല്ലെങ്കിൽ കസ്റ്റമറായിട്ട് ഡയറക്റ്റ് കോൺടാക്ട് ചെയ്ത് അവർ തന്നെ ഡയറക്റ്റ് കാര്യങ്ങളൊക്കെ സംസാരിച്ച് നമ്മളോട് ജസ്റ്റ് ആ വണ്ടി ഒന്ന് പോയി ഇങ്ങനെ വണ്ടിന്റെ കണ്ടീഷൻ എന്താണെന്ന് നോക്കി ഞാൻ പറഞ്ഞു കൊടുക്കുക എന്നുള്ളതും നമ്മൾ ചെയ്യുന്നുണ്ട്. പിന്നെ അക്സസറീസ് കാര്യങ്ങൾ അതും നമ്മൾ നാട്ടിലേക്ക് എത്തിച്ചു കൊടുക്കണം. ഗുഡ്. ലാസ്റ്റത്തെ ഒരു 3-4 ഇയർ ആയിട്ട് ഏറ്റവും കൂടുതൽ ഗ്രോ ചെയ്യുന്ന ഒരു മാർക്കറ്റാണ് സെക്കൻഡ് ഹാൻഡ് വണ്ടിയുടെ മാർക്കറ്റ്, എസ്പെഷ്യലി ഡൽഹി എന്നൊക്കെയുള്ള ഇങ്ങോട്ടുള്ള. അതിൽ ഒരുപാട് ആളുകൾ അതിൽ മീൻസ് എഫേർട്ട് ഇട്ട് നല്ല പുതിയ മീൻസ് നല്ല പ്രത്യേകിച്ചും എനിക്ക് തോന്നുന്നു ലക്ഷറി കാറുകളാണ് കൂടുതലും. BM സീരീസ് ആണെങ്കിലും ശരി, അല്ലെങ്കിൽ മെഴ്സിഡസ് ആണെങ്കിലും ശരി. പക്ഷെ സാധാരണ നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ട് ഡൽഹിയിൽ ഭയങ്കര എക്കണോമിക് ആണ് കാറ് എന്നുള്ളത്, അല്ലെ? എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു സിനാരിയോ? അതിൽ എത്രത്തോളം ജെന്യൂനിറ്റി ഉണ്ട്? NCR മേഖലയിലുള്ള കാറ് പൊതുവെ വില കുറഞ്ഞിട്ടാണ് ഡൽഹിയിൽ കിട്ടുക. ഡൽഹിയിലെ 10 വർഷം ആവാനാവുന്നത് ഈ റീസെയിൽ ചെയ്യുക എന്നുള്ളത് അതോട് നിർബന്ധമാണ്. 10 വർഷം പെട്രോൾ ഡീസൽ വണ്ടി ആണെങ്കിലും 15 വർഷം പെട്രോൾ വണ്ടി ആണെങ്കിലും അവർക്കത് വിൽക്കണം. അതുകൊണ്ടാണ് അവിടെ വില കുറഞ്ഞ വണ്ടികൾ കിട്ടുന്നത്. ഓക്കെ. അവിടെ ഇവിടുന്ന് പോയി എടുക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അവിടെ ഏറ്റവും കൂടുതൽ ചലഞ്ച് ഉള്ളത് ഭയങ്കര എന്താ പറയാ മാനിപ്പുലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് ഉണ്ട് എന്നാണ്. അത്തരം സ്ഥലത്താണ് നിങ്ങൾക്ക് ഒരു പക്ഷേ കൂടുതൽ കുറച്ചുകൂടെ ട്രസ്റ്റഡ് ആയിട്ട് കൊടുക്കാൻ പറ്റുക. സുഖമായിട്ടും അതിന് ഒരുപാട് ചെക്കിംഗ് പ്രോസസ്സുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്, അല്ലേ? അതൊക്കെ നിങ്ങൾ ചെയ്യും, ഇൻസ്പെക്ഷൻ ഒക്കെ നിങ്ങൾ ചെയ്യും. ഇവിടുത്തെ റേറ്റോട് കമ്പയർ ചെയ്യുമ്പോൾ എത്ര പെർസെന്റേജ് അവിടെ കുറഞ്ഞു കിട്ടുക? ഓക്കെ. പോയി നമ്മൾ സംസാരിച്ച് വില സംസാരിച്ച് അവരെ കൺവിൻസ് ചെയ്ത് എടുക്കുമ്പോൾ ഉണ്ടാവും. ഓക്കെ ഓക്കെ ഓക്കെ. സോ അത് നിങ്ങൾ ഇവിടുത്തെ മലയാളിയായിട്ടുള്ള ആളുകൾക്ക് ഇപ്പോൾ സുബേർട്ട് ഇവിടുത്തെ ഓഡിയൻസ് ആരെങ്കിലും ഒരു ലക്ഷറി കാർ വാങ്ങാൻ നോക്കുന്നുണ്ടെങ്കിൽ സുബേർട്ട് നിങ്ങളെ കണക്ട് ചെയ്യുന്നു. അപ്പം നിങ്ങൾ ഇവരെയും കൊണ്ടുപോയിട്ട് പാർട്ടിനോട് കണക്ട് ചെയ്ത് സംസാരിക്കണോ, അല്ലെങ്കിൽ നിങ്ങളതിൽ ഓൾറെഡി ലിസ്റ്റ് ഓഫ് കാറുകളുണ്ട്? എങ്ങനെയായിരിക്കും അതിൻ്റെ ഒരു മോഡ് ഓഫ് ഓപ്പറേണ്ടി? ചോദിക്കുന്ന വണ്ടി ഏതാണെന്ന് വെച്ചാൽ നമ്മളത് അവിടെ ചെറിയ ലോക്കൽ നെറ്റ്വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ലിസ്റ്റ് ചെയ്ത് ഇങ്ങനെ കാണിച്ചു കൊടുക്കും. അത് കാണിച്ചു കൊടുത്തിട്ട് അവിടെ വന്നിങ്ങനെ കാറ് കണ്ടിട്ട് അങ്ങനെ വെറുതെ എടുക്കാം. അതിൻ്റെതല്ല നമ്മളെ ട്രസ്റ്റിൽ എടുക്കാൻ പറ്റുകയാണെങ്കിൽ എങ്ങനെയും ചെയ്യാം. ഓക്കെ ഓക്കെ. അപ്പം നിങ്ങൾ എല്ലാ ചെക്കുകളും ചെയ്തതിന് ശേഷമായിരിക്കും വണ്ടി എത്തിച്ചു കൊടുക്കുക. റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ. ഓക്കെ, ഗുഡ് ഗുഡ് ഗുഡ്. ഓക്കെ. സോ ആർക്കെങ്കിലും ഒരു പ്രീമിയം വെഹിക്കിളൊക്കെ ഉണ്ടെങ്കിലും ആവശ്യമുണ്ട്. ഗുഡ് ഗുഡ് ഗുഡ്. ഓക്കെ.